മരക്കൂട്ടം വരെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ചരിഞ്ഞ പ്രതലത്തിലാണ് നിൽക്കേണ്ടി വരുന്നത്. ആ ചരിഞ്ഞ പ്രതലത്തിൽ നിൽക്കുന്ന ആളുകൾ ഓരോരുത്തരും വലിയ റിസ്ക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് നിർത്താൻ സാധിക്കില്ല. അപ്പോൾ എന്ത് പറ്റും? മരക്കൂട്ടം കഴിഞ്ഞ് കഷ്ടിച്ച് ശബരിപീഠം വരെയുള്ള ഷെഡുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് പമ്പയിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി വരുന്നവർ അല്ലേ ഞങ്ങൾ എന്ന് ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ പുറകിലുള്ളവരും അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമസ്യയ്ക്ക് ഉത്തരവായി. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ മുകളിലെത്തി ഭഗവാനെ ദർശിക്കുക എന്നുള്ള ഇതിലേക്ക് പോകും. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നില്ല. വളരെ ക്രമമായ കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ മണ്ഡല മകരവിളക്ക് കാലം തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. ഇനി അഥവാ എന്തെങ്കിലും ഭ്രംശം വന്നാൽ അത് നേരിടാൻ സുസജ്ജരായിട്ട് പോലീസ് അയ്യപ്പന്മാർ അവിടെ ഉണ്ട്. അവരെന്താ പറയുക, കണ്ണും കാതും ഇത്രയായിട്ടും നമുക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അയ്യപ്പന്മാർ വളരെ സേവന തൽപരരായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആ ദിവസങ്ങളിൽ 1-2 ദൃശ്യങ്ങൾ കാണിക്കേണ്ടായി. പോലീസ് അയ്യപ്പന്മാർ 2-3 പേര് വലിച്ചു കൊണ്ടുപോകുന്നു. അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയ ഒരു അത് ഭാഗികമായിട്ട് മാത്രമാണ് അത് കണ്ടിരിക്കുന്നത്. അവിടെ എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ക്യൂവിൽ നിൽക്കുന്ന 1000 പേരുണ്ടാവും. 1000 പേരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുകയാണ്. ആ ഇറങ്ങി ഓടുന്ന ആൾ അയാൾക്ക് പ്രിഫറൻസ് കിട്ടുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഒരു അക്ഷമരാവുകയാണ്. അത് വേറൊരു വലിയ ദുരന്തത്തിന് കാരണമാവാതിരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന 10 പോലീസുകാരുണ്ട്. 9 പോലീസുകാർ ഈ നിൽക്കുന്ന ആൾക്കാരെ തടുത്തെറിഞ്ഞ് നിങ്ങൾ നിൽക്ക്, അദ്ദേഹത്തിനെ തിരിച്ചിവിടെ കൊണ്ടുവരും, അദ്ദേഹം നിങ്ങളുടെ ഒപ്പമുള്ള ആളാണ്, അങ്ങനെ തന്നെ അദ്ദേഹം പോകുള്ളൂ എന്ന് ഉറപ്പ് കൊടുത്തതിൻ്റെ പുറത്ത് പിടിച്ചുകൊണ്ടുവരാൻ നിൽക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു അയ്യപ്പൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അവിടെ അപ്പുറത്ത് നടന്നത് നമ്മൾ അറിയുന്നില്ല. ഇത് അന്വേഷിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ 10-12 പോലീസുകാർ നിന്നാണ് ചിലപ്പം ഒരു 1000 പേരെ തടുത്ത് നിർത്തേണ്ടത്. ആ തടുത്ത് നിർത്തുന്നത് അവർക്ക് അവസരം ഒരുക്കാനാണ്, അല്ലാതെ ഇവരുടെ യാത്ര തടസ്സപ്പെടുത്താനല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുകയും 10 പേരെ അതിൻ്റെ കൂടെ ഇറങ്ങി ഓടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ക്യൂ ബ്രേക്ക് ആവും. ഈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് അന്ന് ആ പ്രശ്നം ഉണ്ടായ ദിവസമാണ്. പ്രശ്നം ഉണ്ടായെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാനത്ത് വലിയ പ്രശ്നമായിരുന്നില്ല. നമുക്ക് ഞാനെപ്പോഴും പറഞ്ഞിരുന്നു നിയന്ത്രണ വിധേയമാണെന്ന്. അപ്പം അങ്ങനെയുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭക്തർ മുതിരാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. സാർ, മറ്റൊന്ന് ഈ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് നിശ്ചയിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും പ്രത്യേക കമ്മിറ്റിയൊക്കെ ഇപ്പോൾ സർക്കാർ വച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ ചീഫ് പോലീസ് കോർഡിനേറ്റർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം. ഈ 3 പേരെയും കൂടി ഇതിനകത്ത് ഈ കമ്മിറ്റിക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഡെയിലി പ്രോഗ്രസ് അത് ADM കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ സ്പോട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം? നേരത്തെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ വെട്ടിച്ചുരുക്കി എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അന്ന് 2 കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്പോട്ടിൻ്റെ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടോ? സ്പോട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ കുട്ടികളും മുതിർന്ന ആളുകളും ഒക്കെ തന്നെയും, അവർക്ക് പ്രത്യേകം ക്യൂ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പം സ്പോട്ട് ബുക്കിങ്ങിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം സ്പോട്ട് ബുക്കിങ്ങിന് പലപ്പോഴും ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരാളാണ് സ്പോട്ട് ബുക്ക് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ളവരുടെ ആധാർ കാർഡും അവരുടെ പ്രസൻസും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് വെച്ച് നമ്മളൊരു 30 പേര് വരുന്ന വാഹനത്തിൽ 30 പേര് പോയി ഒരാൾ ബാക്കിയുള്ളവരുടെ ആധാർ കാർഡും ഡീറ്റെയിൽസുമായിട്ട് അവിടെ പോകുന്നു. അവർക്ക് സ്പോട്ട് ബുക്കിംഗ് അവിടെ വെച്ച് അനുവദിക്കുകയാണ്. ഇതിന് വരുന്ന പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ച എണ്ണത്തിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി വളരെ സ്ട്രോങ് ആയിട്ട് 3 ദിവസം ഇതൊന്ന് നിയന്ത്രണ വിധേയമാവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് 5000 ആക്കി പരിമിതപ്പെടുത്തി. അപ്പോഴും അത് കഴിഞ്ഞ ഉടനെ തന്നെ 2 ദിവസത്തിനകത്ത് ഹൈക്കോടതി തന്നെ പറഞ്ഞു അതിനകത്ത് എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ, എണ്ണം കൂടണമെങ്കിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ ആലോചിച്ച് തീരുമാനിക്കാം. അപ്പോൾ ആ സ്വാതന്ത്ര്യം അനുസരിച്ച് ഇപ്പോൾ അവിടെ വരുന്നത് നമ്മൾ ഈ 5000 എന്നുള്ളതിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5000 മുകളിൽ ഒരു 10000 വരെയൊക്കെ ആവുന്നുണ്ടെങ്കിലും നമ്മൾ അനുവദിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ അനുവദിക്കാൻ തരമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആലോചിച്ച് അവിടുത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് എത്രയായെന്ന് അന്വേഷിച്ചിട്ട് വരുന്നതായിരിക്കും ഉചിതം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ദർശനം നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അടുത്ത വെർച്വൽ ക്യൂ ലോട്ട് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തീർന്നു കഴിഞ്ഞാൽ അവരൊന്ന് കാത്തു വെക്കേണ്ടി വരും. അടുത്ത ദിവസം ഓപ്പൺ ആകുമ്പോൾ അവർക്ക് കൊടുത്തിട്ട് വീണ്ടും അവരെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് വന്ന് ദർശനം, അപ്പോൾ അതിനുവേണ്ടി അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നിലയ്ക്കൽ ഒരിക്കലും വെർച്വൽ ക്യൂ ബുക്കിംഗ് നമ്മൾ നിലയ്ക്കലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.